നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എൻ്റെ അടുത്ത് ഹിപ്നോട്ടിസം പഠിക്കാൻ വന്നവരായിക്കോട്ടെ, മെന്റലിസം പഠിക്കാൻ വന്നവരായിക്കോട്ടെ, ഒരുപാട് ആൾക്കാർ ഒരേപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ എന്തു ചെയ്യും, മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ എന്ത് ചെയ്യുന്നൊക്കെ. അപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്ന് ഉദ്ദേശിക്കുന്ന സമയത്ത് രണ്ട് രീതി ചെയ്യാം. ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരാളിപ്പോൾ ഭയങ്കര ശക്തിയുള്ള ഒരാള് ചെറിയൊരാളെ പിടിച്ചിട്ട് ഫിസിക്കലി അയാളെ പിടിച്ചു വെച്ചിട്ട് അയാളെ നിയന്ത്രിക്കുന്നു, അടിമയാക്കി വെച്ച് നിയന്ത്രിക്കുന്ന ഒരു കൺട്രോളിംഗ് ഉണ്ട്. അല്ലാത്ത വേറൊന്നുണ്ട്, സൈക്കോളജി മനസ്സിലാക്കിയിട്ട് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോ സിംഹത്തിനെ സർക്കസിലുള്ള ആൾക്കാർ കൺട്രോൾ ചെയ്യുന്നത് സിംഹത്തിന്റെ സൈക്കോളജി മനസ്സിലാക്കിയിട്ടാണ്. ഹ്യൂമൻ സൈക്കോളജി പോലെ തന്നെ അനിമൽ സൈക്കോളജി ഉണ്ട്. അപ്പോൾ സിംഹത്തിന് ഈ മണ്ണെണ്ണുള്ള കെരോസിനുള്ള തുണി അടുത്തുണ്ട് എന്നുണ്ടെങ്കിൽ അയാളെ ആക്രമിക്കാനുള്ള സാധ്യത കുറയും. അത് മണക്കുന്ന സമയത്ത് അതിനൊരു അസ്വസ്ഥത ഫീൽ ചെയ്യുകയും ആ മനുഷ്യന്റെ അടുത്ത് പോവാതെ ദൂരോട്ടേക്ക് പോവുകയും ചെയ്യും. ഇത് ഉപയോഗിച്ചിട്ടാണ് പലപ്പോഴും മൃഗത്തിന് ഭക്ഷണം കൊടുക്കാനൊക്കെ, സിംഹത്തിന് ഭക്ഷണം കൊടുക്കാനൊക്കെ എല്ലാവരും ശ്രമിക്കാറ്, എല്ലാവരും ചെയ്യാറ്. അതേപോലെ ഹ്യൂമൻ സൈക്കോളജി മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് മനുഷ്യന്മാരെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാത്ത ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാരെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സൈക്കോളജിക്കൽ ടിപ്പാണ് ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. സൈക്കോളജി എന്ന് പറയുന്നത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെന്റ് ആണ്. ഓരോ മനുഷ്യനും വ്യത്യസ്തമായിരിക്കും. എന്നാലും കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഇത് പറയുന്ന റിസൾട്ട് എല്ലാവർക്കും ഒരേപോലെ നിങ്ങൾക്ക് കിട്ടണം എന്നില്ല. അതായത് കള്ളം പറയുമ്പോഴാണ് സാധാരണ ഇവിടെയുള്ള മൃദുവായിട്ടുള്ള കോശങ്ങൾ അയാൾക്ക് ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യും, അയാൾ ഇവിടെ ചൊറിയുകയും ചെയ്യുന്നത് നമ്മൾ ബോഡി ലാംഗ്വേജിന്റെ ക്ലാസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കും. പക്ഷെ കള്ളം പറയുമ്പോൾ മാത്രമല്ല, ഇത് ചിലപ്പോൾ കൊതുകുത്തുന്ന സമയത്ത് അയാൾ ചൊറിയും. അതേപോലെ നമ്മൾ ഓരോന്ന് പഠിക്കുന്ന സമയത്ത് അതിന് വ്യത്യസ്തമായിട്ടുള്ള പല ഘടകങ്ങളെയും അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും റിസൾട്ട് കിട്ടുക. നിങ്ങൾ കുറച്ചധികം ആൾക്കാരിൽ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരിൽ ഇത് വർക്കൗട്ട് ചെയ്യുന്ന കാണാൻ പറ്റും. കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു വ്യക്തി ഉപയോഗിച്ച് ഒരു കാര്യം ചെയ്തു. ആ കാര്യം ശരിയായില്ല. ശരിയാവാതിരുന്നപ്പോൾ എനിക്ക് ആദ്യം ദേഷ്യമാണ് വന്നത്. എൻ്റെ ഇത്രയും പൈസയൊക്കെ അയാൾ നശിപ്പിച്ചു, ഇത്രയും പൈസയൊക്കെ വെച്ച് ചെയ്തൊരു സാധനമായിരുന്നു, നശിപ്പിച്ചു, അത് കൊളാക്കി എന്നുള്ളൊരു തോന്നലാണ് വന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ചീത്ത പറയാൻ വേണ്ടി ഫോൺ എടുക്കലും അയാൾ തിരിച്ചെനിക്കൊരു മെസ്സേജ്, ഐ അപ്രീഷിയേറ്റ് യുവർ പേഷ്യൻസ്, ഞാൻ നിങ്ങളുടെ ക്ഷമയെ അഭിനന്ദിക്കുന്നു എന്നുള്ള സാധനം. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യപ്പെടാൻ തോന്നിയില്ല. ഹ്യൂമൻ സൈക്കോളജി മനസ്സിലാക്കിയിട്ട് അവിടെ ആ സാധനം പറഞ്ഞിട്ട് എന്നെ അയാൾ പുകഴ്ത്തുകയാണ് ചെയ്തത്. എനിക്ക് ദേഷ്യം വരണമല്ലോ, ദേഷ്യം വരേണ്ട ആ ഒരു സാഹചര്യത്തിൽ ദേഷ്യപ്പെടാൻ സമ്മതിക്കാതെ എന്നോട് അയാൾ പറഞ്ഞു, ഐ അപ്രീഷിയേറ്റ് യുവർ പേഷ്യൻസ്, നിന്റെ ക്ഷമയെ ഞാൻ അഭിനന്ദിക്കുന്നു എന്നുള്ളതാണ്. ഇതേ സാധനം നമുക്ക് ഡെയിലി ലൈഫിൽ ഉപയോഗിച്ച് നോക്കാം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും അവര് നമ്മൾ ആഗ്രഹിച്ചതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ആ കാര്യത്തെ എടുത്ത് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ പറയാം, ഐ അപ്രീഷിയേറ്റ് യുവർ ദിസ്. ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടില് ഒരു വേലക്കാരിയെ വിളിച്ചു, അവള് പാത്രങ്ങൾ നല്ല രീതിയിൽ കഴുകുന്നില്ല എന്ന് നമ്മൾ കണ്ടു. ഈ സാഹചര്യത്തിൽ നമുക്ക് മറ്റൊരു ഗസ്റ്റോ ആരെങ്കിലും വീട്ടിൽ ഉണ്ടാകുന്ന സമയത്ത് വേണമെങ്കിൽ പറയാം, നല്ല വൃത്തിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, പാത്രങ്ങളൊക്കെ കഴുകിയാൽ കണ്ണാടി പോലെ ഉണ്ടാവും. ഈ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ അവിടെ കൊടുക്കുന്ന സമയത്ത് അവരുടെ ഉപബോധം മനസ്സിലാതെ ഒരു ഇമോഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഹാപ്പിനെസ്, പ്രൗഡ് പോലുള്ള എന്തെങ്കിലും ഇമോഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് ടൈം അവരത് തുടർന്ന് പോകാൻ നിർബന്ധിതരാകും. നമ്മൾ ഓഫീസിലൊക്കെ ചെയ്യാറുണ്ട്. ഇവിടെ ഞാൻ ചെയ്തിട്ടില്ല, ഈ വീഡിയോ കണ്ടുകൊടുക്കുന്ന ഇവരായിരിക്കും ഇതൊക്കെ വരെ ചെയ്യുന്നുണ്ട് എന്ന്. നമുക്ക് ഏതെങ്കിലും സ്റ്റാഫിന് എന്തെങ്കിലും ഒരു കുറവ് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുറവിനെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന കാര്യം അവർ ഒരു പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് അവരെ പറഞ്ഞ് പുകഴ്ത്തുക, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവരെ അഭിനന്ദിക്കുക. അപ്പൊ അവർ അത് ചെയ്യാൻ വേണ്ടി നിർബന്ധിതരാകും. അതായത് നമുക്ക് ഇഷ്ടമല്ലാത്ത എന്തോ ഒരു കാര്യം അവർ ചെയ്യുന്നുണ്ട്, നമുക്ക് എന്തോ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അങ്ങനെ ചെയ്യിപ്പിക്കണം എന്നാണെന്നുണ്ടെങ്കിൽ അവരത് ചെയ്തതായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇമോഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ചിലരുണ്ടാവും, നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നല്ല മോന, നല്ല അനുസരണമുള്ള മോന എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തട്ടി തലോടൊക്കെ ചെയ്യുന്നുണ്ടാവും. ഇവരുടെ മുമ്പിൽ നമ്മൾ മറ്റാരുടെ മുന്നിൽ ചീത്തക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ മുമ്പിൽ എത്തുമ്പോൾ പാവം കുട്ടിയാവും നമ്മൾ, അല്ലെ? ഇതേ സാധനം ചെറുപ്പം മുതൽ നമ്മളെ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾക്ക് നിങ്ങളുടെ വേർഡ്സിൽ ഉപയോഗിക്കാം, നിങ്ങളുടെ വാക്കുകൾ ഉപയോഗിക്കാം. ഇപ്പൊ ഒരു കസ്റ്റമറെ നമ്മൾ ആ രീതി ചെയ്യണമെങ്കിൽ, പ്രൊഡക്റ്റ് വാങ്ങാൻ അയാൾ നമ്മുടെ കടയിലേക്ക് വരുന്ന സമയത്ത് വേറൊരു സ്റ്റാഫിന്റെ മുന്നിൽ വെച്ച് പറയാ, നീ സെയിൽസിന്റെ ടെക്നിക്സ് ഒന്നും ഇങ്ങോട്ട് ഇറക്കണ്ട, അന്വേഷിച്ച് നല്ല രീതിയിൽ ക്രിറ്റിസൈസ് ചെയ്ത് വേണ്ട പ്രൊഡക്റ്റ് ആണെങ്കിൽ മാത്രമേ സാർ എടുക്കൂ എന്ന് എനിക്കറിയാം, നമ്മുടെ പ്രൊഡക്റ്റിന്റെ അടുത്ത് വന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ കൊടുക്കുന്ന സമയത്ത് അവർ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഡിസിഷൻ മേക്ക് ചെയ്യുന്ന പവറുള്ള ഒരാളാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ പ്രൊഡക്റ്റ് എടുക്കാൻ നിർബന്ധിതനാവുകയാണ് എന്നൊരു സാധനം അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാവും. ഞാൻ ഓരോ കേസ് സ്റ്റഡീസ് ആയിട്ട് എടുത്ത് ഇവിടെ പറയുന്നില്ല. ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേണ്ട റിസൾട്ട് എന്താണോ അത് അവർ സ്ഥിരമായിട്ട് ചെയ്യുന്നതായി അവരെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ഇമോഷൻ ഉണ്ടാക്കി മറ്റുള്ളവരുടെ ഇമോഷൻ ട്രിഗർ ആയാൽ മാത്രമേ അത് ഉപബോധ മനസ്സിലേക്ക് പോവുള്ളൂ. ഉപബോധ മനസ്സിൽ പോയൊരു സാധനമേ പിന്നീട് വീണ്ടും വരുള്ളൂ. ബോധ മനസ്സിലാണ് പോയെങ്കിൽ പിന്നീട് വരില്ല.
അപ്പോൾ ഉപബോധ മനസ്സിൽ അത് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഇമോഷൻ ട്രിഗർ ആവണം. അപ്പൊ അവരെ ഹാപ്പിയോ പ്രൗഡോ ആക്കുന്ന രീതിയിൽ ഇമോഷൻ ട്രിഗർ ചെയ്തുകൊണ്ട് അവരത് ആയി എന്നുള്ള സാധനം നിങ്ങൾക്ക് മറ്റുള്ളവരിൽ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോന്റെ അടിയിൽ വന്ന് എന്തായാലും കമന്റ് ചെയ്യണേ. അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.